ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഹെയർ ബോ ഒക്കെ കണ്ട് മടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഹെയർ ഡു ചെയ്താലോ? ഈ മോഡലിലെ ഒരു ഹെയർ ഡു നമുക്ക് ചെയ്ത് പല വെറൈറ്റീസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, പല കളർ ഷെയ്ഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡു ആണ്. മുടിയിൽ വെച്ചത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഹെയർ ഡു പൈ ബീഡ്സും കൊണ്ടിട്ടുള്ളതാണ്. അത് നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ പൈ ബീഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ വൈറ്റ് പൈ ബീഡ്സും അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡ് പൈ ബീഡ്സും ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തയ്യൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. ഒരു 20 രൂപ അല്ലെങ്കിൽ 30 രൂപയൊക്കെ വരുള്ളൂ. പല ഷെയ്ഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സിനനുസരിച്ചാണ് കസ്റ്റമൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കളറിൽ വാങ്ങാവുന്നതാണ്. നല്ല രസമുള്ള ഒരു ഗ്ലിറ്റർ ഷെയ്ഡുള്ള ഒരു തരം ബീഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ട്രാൻസ്പെറൻറ്റുമാണ്, എന്നാൽ ഇത്തിരി തിളക്കമൊക്കെ ഉള്ള ഒരു ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമുക്ക് ടൈ ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു കമ്പി ആവശ്യമുണ്ട്. അപ്പം ഇത് നമ്മുടെ ഹെയർ ഡു ഒക്കെ ഉണ്ടാക്കുന്ന കമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം ഒരു 40 രൂപയാണ്. പക്ഷേ ഇത് ഒന്ന് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് മൊത്തത്തിൽ അഴിഞ്ഞു പോകും. അതാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസ് കൊണ്ട് നമുക്ക് വളരെ നല്ലൊരു ഹെയർ ഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കമ്പി എടുത്തതിന് ശേഷം, അത് ശ്രദ്ധിക്കുക, എടുത്തതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു നോച്ചുണ്ടാവും. അവിടെ അത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം ഞാൻ ഇതിന് വേണ്ടി ഈ ഒരു ഹെയർ ഡൂവിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 1.5 മീറ്റർ കമ്പിയാണ്. അത് രണ്ടാക്കി മടക്കി എടുക്കണം. ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നത് ട്രിമ്മറും കൊണ്ടിട്ടാണ്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉപയോഗിക്കരുത്. ഇതിന് വേണ്ടി നമുക്കൊരു പ്ലെയർ വാങ്ങിക്കാൻ കിട്ടും. പ്ലെയർ കണ്ടില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്തത്. അപ്പം ഇതുപോലെ എടുക്കുന്ന കമ്പി അത് രണ്ടായിട്ട് മടക്കി, അത് രണ്ടും ഒപ്പത്തിനൊപ്പം മടക്കണം കേട്ടോ. എല്ലാം കറക്റ്റ് ചെയ്ത് ഒപ്പത്തിനൊപ്പം മടക്കിയതിന് ശേഷം നമുക്ക് ഒരു വശത്തൂടെ, അല്ലെങ്കിൽ രണ്ടും ഒരേപോലെ മടക്കി ഒരു സൈഡിൽ കൂടെ നമുക്ക് നമ്മുടെ കളറിനനുസരിച്ചുള്ള ബീഡ്സ് നമുക്ക് കോർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 കമ്പി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കമ്പിയിൽ ഞാൻ ബീഡ്സ് കോർക്കുവാണേ. വൈറ്റ് ബീഡ്സ് ആണ് ആദ്യമേ ഞാൻ കോർത്തിട്ടുള്ളത്. ഒരു 3 അല്ലെങ്കിൽ 4 പൈ ബീഡ്സ് വെച്ച് കോർക്കാം. ഇപ്പോൾ ഞാനിവിടെ 4 പൈ ബീഡ്സ് ആണ് കോർത്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അറ്റത്തുള്ള ഫ്ലവർ പോലത്തെ അതായത് കൊണ്ടിട്ട് നമുക്ക് 2 നൂലിലും അല്ലെങ്കിൽ 2 കമ്പിയിലും ഒരുപോലെ കോർത്ത് കൊടുക്കാം. ഇത് ഇച്ചിരി ഒരു ശ്രദ്ധയോടൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നല്ലതായിരിക്കും. ആദ്യം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ശരിയാവണമെന്നില്ല, ചെയ്ത് ഓക്കെ ആയിക്കോളും. ഇത് കോർത്ത് അറ്റത്തേക്ക് കൊണ്ടുപോവുക. അറ്റത്ത് ചെന്നിട്ട് നമ്മൾ അതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ആ ഒരു പൈ ബീഡ്സിൻ്റെ ഷേപ്പിൽ തന്നെ മര്യാദയ്ക്ക് ഇരുന്നോളൂ. നമ്മൾ അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ സെക്യൂർഡ് ആയിട്ട് ഇരുന്നോളും. കണ്ടോ, നമ്മൾ തിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. അതിനുശേഷം നമുക്ക് എത്ര ഗ്യാപ്പിൽ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണോ ഇത് കോർക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കോർക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ട്വിസ്റ്റിങ്ങിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡ് ഏതെങ്കിലും ഒരു കമ്പി എടുത്തിട്ട് അതിനകത്ത് അടുത്ത കളർ, അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് വേണമെങ്കിൽ വൈറ്റ് തന്നെ കോർക്കാം, അല്ലെങ്കിൽ ഈ ലാവൻഡർ ഷെയ്ഡ് ഒന്ന് കോർത്തെടുക്കാം. ലാവൻഡർ ഷെയ്ഡ് ഒന്ന് നമുക്ക് കണ്ടോ ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ ഒന്ന് സ്ലോ ആക്കി ഒന്ന് റെഫറൻസൊക്കെ നോക്കി ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ ബെറ്ററായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഇപ്പുറത്തെ കൈ പിടിച്ചിരിക്കുന്ന ഈ ഒരു കമ്പിക്കകത്ത് നമ്മൾ അടുത്തിട്ട് കോർക്കാൻ പോവാണ്. ഇപ്പോൾ അടുത്തത് നമ്മൾ പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു 4 ബീഡ്സാണ് കോർത്തിരിക്കുന്നത്. പക്ഷേ വൈറ്റും ലാവൻഡർ ആ ഒരു ബീഡ്സും തമ്മിൽ ഇത്തിരി വലിപ്പ വ്യത്യാസമുണ്ട്, നീട്ടത്തിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, കാണാനൊക്കെ ഭംഗിയായിരിക്കും. ഇത് സിംഗിൾ കളർ വെച്ചിട്ടാണെങ്കിൽ ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു അടുത്ത ലീഫ് ചെയ്യുന്നത് മിക്സ് ചെയ്തിട്ടാണ്. നടുക്ക് 2 വൈറ്റ് വരുന്ന രീതിയിലാണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത്. അത് മറ്റേതുപോലെ തന്നെ കുറച്ച് സ്പേസ് വിട്ടുകൊണ്ട് തന്നെ ഒന്ന് കോർത്തെടുക്കാം.
അതുപോലെ നമുക്ക് വേണ്ടത്ര സ്പേസിൽ നമുക്ക് ഇങ്ങനത്തെ ലീഫുകൾ പെട്ടെന്ന് കോർത്തെടുക്കാം. അതിപ്പോൾ കളർ മിക്സ് ചെയ്തോ മിക്സ് ചെയ്യാണ്ടോ നമുക്ക് കോർക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കത് ഇങ്ങനെ ഒരു 3 ലീഫിൻ്റെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 2 കമ്പി ഒരുമിച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. അടുത്ത ഗ്യാപ്പ് വിടുകയാണ്. എന്നിട്ട് 2 കമ്പിയിലും അടുത്ത ലീഫുകൾ നമുക്ക് കോർക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു കമ്പിയിൽ അടുത്ത ലീഫിനുള്ള മുത്തുകൾ കോർക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ കമ്പിയിലും കോർത്തെടുക്കുക. വീണ്ടും നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ.
കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് ഇത് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അവിടെ ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കി കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നീട്ടി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം കോർത്ത അതിൻ്റെ തുടക്കം അങ്ങ് തുടങ്ങിയില്ലേ ഈ ഒരു ഹെയർ ടിയറയുടെ, അതേപോലെ ഇങ്ങനെ ഒരു 3 ലീവ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിൻ്റെ അറ്റവും നമ്മളിപ്പം മുഴുവൻ ചെയ്ത് വെച്ചതിൻ്റെ അറ്റവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തെടുത്താൽ മതി. എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ടിനും ഇത്തിരി നീട്ടം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3 ലീഫായിട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നതാണെങ്കിലും മറ്റേത് കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുന്നതാണെങ്കിൽ ഇത്തിരി ലെങ്തി ആയിട്ട്, അതിൻ്റെ കമ്പി ഇത്തിരി ലെങ്തി ആയിട്ട് നിൽക്കണം. എന്നിട്ട് ഇത് നമ്മളറിയാത്ത രീതിയിൽ അതിനോട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഒരേപോലെ വെച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അതിൻ്റെ ഇടയ്ക്കൂടെ ഈ കമ്പി ഒന്ന് ഓടിച്ചൊന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ ഉടക്കം എന്നുള്ളൊരു ഇതൊന്നും വേണ്ട, അതൊന്ന് മര്യാദയ്ക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഉടക്കവും ഇല്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് എൻഡും കംപ്ലീറ്റ് ആക്കാം. അതർവൈസ് നമുക്ക് അവിടെ തന്നെ വെച്ചിട്ട് ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കി ആ ഒരു ടൈ തന്നെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ടായാലും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ഹെയർ ടിയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹെവി ആയിട്ട് ലീവ്സുകൾ കൂട്ടി അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിനുള്ളതാണ്. ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഹെയർ ക്ലിപ്പ് കുത്തിയോ നമ്മുടെ യൂപ്പിന് കുത്തിയോ ഒക്കെ നമുക്ക് സെക്യൂർ ചെയ്യാവുന്നുള്ളൂ മുടിയിൽ. വളരെ ബേസിക്കായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെയർ ടിയറയാണിത്. അതുപോലെ തന്നെ ചെയ്ത 2 ടിയറാസ് കൂടെ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.